അകത്തേക്ക് പോകണ്ട, അവന്റെ അമ്മച്ചി ചായ തരും. ഈ സമയമില്ലാത്ത സമയം നീ ഇവിടെ ചാരിക്കണോ? പോവാൻ സമയം ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണ്ടേ? അനുഗ്രഹം മേടിക്കാൻ നിൽക്കണോ? ഓ, വണ്ടിക്കൂലിക്കുള്ള കാശ് മേടിക്കാം. ഇന്നാ മോനെ ചായ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, അനുഭവിച്ചു. കുടിക്കും മോനെ. മോനെ ബാഗ്. ഒരു വ്യത്യാസമില്ല. നീയും പോകുന്നുണ്ടോ? എന്ത് ചുളിക്കരുത് എന്റെ. ഓക്കെ, അതെ, ഈ ബാഗിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിട്ട് പോയാൽ മതി. ആ ട്രെയിനകത്ത് ഞാൻ പിടിച്ചോളാം. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ട്രെയിൻ ഞാറ്റി പിടിച്ച്. നിങ്ങൾ ഇവിടെ പോടാ. പാലക്കാട് പോലീസ് സ്റ്റേഷൻ. ഇന്നാണോ? ട്രെയിനാണോ പോകുന്നത്? അതെ, ട്രെയിനാണ്. കരളെ, ഞാനിതൊരു ട്രെയിനിൽ കയറിയിട്ടില്ല, എന്നെ കൂടി കൊണ്ടുപോകും. റിവേഴ്സ് എടുക്കുന്നത് എടാ, അത് ഈ ട്രെയിനിന് റിവേഴ്സ് ഗിയർ ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ നീട്ടി വളച്ചെടുക്കാനേ പറ്റൂ. ഒരുപാട് സ്ഥലം വേണ്ടി വരുമല്ലോ. പിന്നെ 4 പേർക്ക് പാലക്കാട് പോകണം. വീടെവിടെ? ചിലപ്പോ പറയൂടെ. പോന്നേ, പെട്ടെന്ന് കയറി സീറ്റ് പിടിക്കും. അതെ അതെ, സൈഡ് സീറ്റ്, സൈഡ് സീറ്റ്. കുഴപ്പമില്ല. ഞാൻ മാമന് സൂത്രം കാണിച്ചരാ. ടിക്കറ്റ്. ഓക്കെ, ടിക്കറ്റ്. ഇത് ജനറൽ ടിക്കറ്റ് ആണല്ലോ. അതെ, ഞങ്ങളെടുത്ത ജനറൽ ടിക്കറ്റ് ആണ്. ഇതിന് ഫൈൻ ഈടാക്കും. ഷൂസ് മാമൻ എടുക്കട്ടെ. മാമന് തരൂ ഷൂസ്. വന്നേ. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറേ. റെസിറ്റ് എഴുതിയ ഒരാൾക്ക് 250 വെച്ച് 1000 രൂപയാവും. അയ്യോ, അത്രയും പൈസ ഒന്നും സാറേ ഞങ്ങളുടെ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ടിക്കറ്റ് ഒന്നിന് 100 വെച്ച് 400 എടുക്കാം. ഒഴിവാക്കാം. എന്നാലും 600 രൂപ ലാഭമല്ലേ? അതിലാവോ? കൊടുത്തേക്കല്ലേ. അയ്യോ ചേട്ടാ, കൊച്ചിന്റെ പാസരം കാണാനില്ല. കാണാനില്ലേ? നോക്കിയേ, അവിടെ എവിടെയെങ്കിലും കാണും. ഇല്ലെന്നേ. ചെരുപ്പിനടി നോക്കിയേ. വാടാ നോക്കാം. നിനക്ക് ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടോടാ? എന്ത് പരാജയോടാ. ഞാനൊക്കെ കുസി കയറിട്ട് ഉന്നം പിടിക്കാൻ പാട് വിട്ടുന്നത്. സാധനം എടുക്ക്. എന്ത് സാധനം? കൊച്ചിന്റെ കാലിന് അടിച്ചു മാറ്റി പാസരം കൊടുക്കടാ. പാദസരോ? നല്ല ലുക്കിൽ അടിച്ചു മാറ്റി ഇറങ്ങിക്കാണല്ലേ. ഇങ്ങോട്ട് വേറെ ഇങ്ങോട്ട്. ആരടിച്ചു മാറ്റി? ഞാനൊരു പാദസരം അടിച്ചു മാറ്റില്ല സാറേ. ഞാനിപ്പോ ട്രെയിൻ വന്ന് ഇറങ്ങി. ഇയാൾ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? അതെ സാർ, അതെ അതെ, ഒന്ന് തന്നെയാ സാറേ. ഞാനൊന്നും എടുത്തിട്ടൊന്നുമില്ല. തനിക്ക് ആള് എനിക്കറിയാം സാറേ. സെർച്ച് ചെയ്യണം, പക്ഷെ മേത്തുനിന്ന് അടങ്ങി നിൽക്കണം. അല്ലെങ്കിൽ എത്ര പവനുണ്ടായിരുന്നു? 1 പവനേ ഉള്ളൂ. ഒരാളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല സാറേ. ഇവനോട് വേറൊരുത്തനുണ്ടായിരുന്നു. അയ്യോ കൊച്ചേ, നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവും? ഞങ്ങൾ ഇപ്പൊ വന്ന് ഇറങ്ങിയുള്ളൂ. ഒന്നും എടുത്തിട്ടില്ല ചേട്ടാ. കിട്ടി. ഇപ്പൊ എന്താണോ? സോറി. സോറി. ഓക്കെ ഓക്കെ, പ്രോബ്ലം ഒക്കെ സോൾവ് ആയില്ലേ? എല്ലാരും വിട്ടോ. എന്ത് സോൾവ് ആയി സാറേ? സാധനം നഷ്ടപ്പെട്ടതിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. അതിനിടയിൽ സാർ ഈ ചീപ്പ് ഷോ കാണിച്ചതിന് നിനക്കിപ്പോ എന്താ വേണ്ടത്? പോടാന്ന് പറഞ്ഞ എങ്ങനെ? ഞങ്ങളിവിടെ അനുഭവിച്ച നടക്കേണ്ട ആര് സമാനം പറയും? അതിനിപ്പോ ഞാൻ നിന്റെ കാല് പിടിക്കണം. കാലൊന്നും പിടിക്കണ്ട സാർ. ഞങ്ങളുടെ മാപ്പ് പറഞ്ഞാൽ പറയാനോടാ ഞാൻ മാപ്പ്.
അറിയാത്തൊരു നാട്ടിൽ നിന്ന് വെറുതെ ആവശ്യമില്ലാത്ത വള്ളി കയറിപ്പിടിയും ഇനിയിപ്പോ അവന്മാരത്ത് പറയാൻ നിൽക്കണ്ടോ അത് മതി. അവരെ കാണാനില്ലല്ലടാ. അതെ, നമ്മളെ ട്രെയിനിലെ കണ്ടക്ടർ പിടിച്ച കാര്യമൊന്നും ഇനി അമ്മയോട് പറയാൻ നിൽക്കണ്ട. അത് മതി.